everyone. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Okay, starting out. Yes, Miss. Prayers. Yes, Good afternoon, Miss. Good afternoon. There shall be showers of blessing. This is the promise of love. There shall be peace and refreshing sent from the Savior above. Showers of blessing beneath. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again. Over the hills and the valleys, sound of abundance of rain. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Okay. Next thought of the day. Thought of the day. ഇന്നത്തെ ചിന്ത. You can rise up from anything. You can completely recreate yourself. Nothing is permanent. You are not stuck anywhere. You can learn new things. You can create new habits. All that matter is that you decide today and go ahead with confidence. നിങ്ങൾക്ക് എന്തിൽ നിന്നും ഉയരാൻ കഴിയും. നിങ്ങൾക്ക് പൂർണ്ണമായും സ്വയം പുനർനിർമ്മിക്കാൻ കഴിയും. ഒന്നും സ്ഥിരതയുള്ളതല്ല. നിങ്ങൾ എവിടെയും കുടുങ്ങിയിട്ടുമില്ല. നിങ്ങൾക്ക് പുതിയ കാര്യം പഠിക്കാം. നിങ്ങൾക്ക് നല്ല ശീലം ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നതാണ് പ്രധാനം. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. താങ്ക് യു. Have a wonderful day to all my friends and teachers. Okay. Good afternoon, friends. Okay. Today signing in Hafiza from Tirur. Hello, children. How are you? Hello, children. How are you? Hello, children. How are you? How are you today? I am fine. I am great. I am fine. I am great. I'm very well today. Hello, teacher. How are you? Hello, teacher. How are you? How are you today? I'm going to listen what you say. I'm going to listen what you say, and welcome to all of you. Hi, friends. All are happy now. Let's start our wonderful class. Thank you. Okay. Yeah. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വെറുബായിരുന്നു കൊടുത്തേ ആണോ? വെറുബ്. അതെ. ഓക്കെ, വെറുബ് കംപ്ലീറ്റ് ആയോ? ഇല്ല. എവിടെ വരെ എടുത്തു? ഇന്ന് റെഗുലർ വെർബും ഇറഗുലർ വെർബും കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതാൻ പറഞ്ഞു, നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, നോക്കിയോ? യെസ്. നോക്കി. പേജ് നമ്പർ I think 42. 42 or 41. ഓക്കെ. അപ്പോ വെർബ് കംപ്ലീറ്റ് ആണ് അല്ലെ? നമ്മള് ഇടയ്ക്ക് പഠിച്ചു ആക്ഷൻ വെർബ് പഠിച്ചു, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, then റെഗുലർ ആൻഡ് ഇറഗുലർ. ഇത്രയാണ് വെർബിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് എന്താണോ വെർബ്, നിങ്ങൾക്ക് എന്താണോ ക്ലാസ്സിൽ മനസ്സിലായത്, ഓക്കെ പറയാം. റെഡിയാണോ? ഇതൊന്നും മിണ്ടാത്തേ? കേൾക്കുന്നുണ്ടല്ലോ. റെഡിയാണോ?
ഞാൻ റെഡിയല്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. ആഹാ, എന്ത് പറ്റി? ഞാൻ പ്രിപ്പയർഡ് അല്ല, നോക്കിയിട്ടില്ല. ഇല്ല. വെരി ഗുഡ്. സത്യം തുറന്നു പറയണ്ടേ? ഓഫ് കോഴ്സ്. മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ധാരണയില്ല. മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുത്ത് പറയാൻ പറ്റും. ഓക്കെ, പറയൂ. നോക്കിയിട്ടില്ല, എന്നാലും നോക്കിയവരുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഇനിയിപ്പോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ നോക്കണം കേട്ടോ ശരണ്യ. അല്ലാതെ നമ്മള് അടുത്ത ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ, ഓക്കെ മാം. അതിപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ ആരും നോക്കിയിട്ടില്ല. അപ്പൊ വെർബിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഓക്കെ, നോക്കിയിട്ടുണ്ട് മിസ്. അപ്പൊ പറയൂ ദിവ്യ. കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിരുന്നത്. അപ്പൊ വേറെ ആരൊന്നും പറയുന്നില്ലേ? അല്ല, അവർക്ക് ചാൻസ് കിട്ടില്ല, നമ്മൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, അതുകൊണ്ടാ. ശരിയാണ്, ചാൻസ് പക്ഷെ അവർക്കോട് തോന്നണ്ടേ? മാക്സിമം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, എല്ലാവരോടും കൂടിയാ പറയുന്നത് കേട്ടോ. ഒരു 45 above സ്റ്റുഡൻസ് ഉണ്ട്. ഞാനേ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു, വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച പ്രോപ്പറായിട്ട് ഞാൻ ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തില്ല, കുറച്ചു നേരമൊക്കെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ നോട്ട്സ് പോലും ഇല്ല മിസ്സേ ക്ലിയർ ആയിട്ട്. അതുകൊണ്ടാകട്ടെ മിസ്സേ ഞാൻ പറയാത്തത്. വെർബ് എന്ന് പറഞ്ഞാല് ആക്ഷൻ വേർഡ് ആണ്. വെർബ് ജമ്പിങ്, ഡാൻസിങ്, റൈറ്റിങ്, അങ്ങനെയൊക്കെ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വെർബ് ആക്ഷൻ വേർഡ് പെടും. പിന്നെന്താണ് അതില് എന്താണ് ട്രാൻസിറ്റീവ് വേർബ്? എന്നാണ് ട്രാൻസിറ്റീവ് വേർബ്? ടെക്സ്റ്റ് നമുക്ക് വേണ്ട. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാല് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബാണ്. പിന്നെ അതിന് ഇത് പറയണോ? ഉദാഹരണം, ഐ ഓപ്പൺ ദ ഡോർ, ഷീ സെൻഡ് എ ലെറ്റർ. ഈ ട്രാൻസിറ്റീവ് വെർബില് ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുകയില്ല. പിന്നെ ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല എന്നാണോ, അതോ നമ്മള് ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ഒരു സെന്റൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ആവശ്യമില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലല്ലോ, ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നല്ലേ അതിന്റെ അർത്ഥം? ഓക്കെ, വെർബ് നമുക്ക് മോക്ക് ടെസ്റ്റ് എടുത്തില്ലാലോ വെർബിന്റെ? ഇല്ല. അപ്പൊ നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ്സില് വെർബിനെ കുറിച്ച് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് നമുക്ക് പോയാലോ വെർബില്? ഒന്നുകൂടെ പോവാം. നിങ്ങൾ എല്ലാവരും പറയും, അപ്പൊ ഒരുപാട് നോളജ് നോക്കിയിട്ട് വരാൻ പറഞ്ഞത് അതിനാണ്. ഓക്കെ, എല്ലാവരും കൂടെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്ലാസ്സിലുണ്ടായവരൊന്ന് നോക്കണം വിചാരിച്ചതാണ്, ഇന്ന് നല്ല പ്രിപ്പയർഡ് ആണെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും നോക്കാം ടീച്ചറെ. എത്ര ബിസി ആണെങ്കിലും ഒരു 10 minutes or 15 minutes നമുക്ക് മാറ്റി വയ്ക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഇസ് വെരി പ്രഷ്യസ്, അറിയാലോ. ഓക്കെ, അപ്പൊ ഒന്ന് റിവൈൻഡ് ചെയ്യാം. റിവൈൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നാളെ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് തലത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതുവരെയും പഠിച്ചതിന് ബേസ് ചെയ്ത് കാര്യങ്ങളും എക്സാം വരാം കേട്ടോ. ഈ നോട്ട് ടീച്ചർ ക്ലാസ് റൂമിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോട്ടോ ക്ലാസ് റൂമിൽ? അല്ല, ഇത് ടീച്ചറിന്റെ നോട്ട്സ് ഇല്ലേ? എന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഇട്ടുണ്ടോ? ഉണ്ടോ? പറയൂ. ഇട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്.
Okay, ഉണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. പറയൂ, എന്താ ഒന്നും മിണ്ടാതെ? എല്ലാവരും സംസാരിക്കൂ. എന്താ പറയാൻ പറഞ്ഞു ടീച്ചറെ? റിവൈൻഡ് ചെയ്യണ്ടേ? അതെ അതെ മാം. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലാക്കി. ആ, അത് കൊള്ളാം. വെർബ് വേറെ യൂസ് ആരും ചെയ്യുമ്പോൾ പറയാൻ തയ്യാറായിട്ട് വരുന്നില്ല. വെർബും കൂടി യൂസ് ചെയ്യണം. പറയണം, എല്ലാവരും പറയണ്ടേ? പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഈസ്, ആം, ആർ. അയ്യോ, ടെൻസ് പറയണ്ട. ആരാണ് ടെൻസ് പറയല്ലേ? ടെൻസ് പറഞ്ഞ് കൺഫ്യൂഷൻ കൂടെ ഉള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെ ഹെൽപ്പിംഗ് വെർബും കൂടി ഹെൽപ്പിംഗ് വെർബും കൂടി യൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ അത് പറഞ്ഞ കൺഫ്യൂഷൻ വരും. വെർബ് എന്താണെന്ന് പറഞ്ഞാല്, വെർബ് എന്ന് പറഞ്ഞ ആക്ഷൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഫിസിക്കൽ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് വെർബ് എന്ന് പറയാ. അത്രേ ഉള്ളൂ. പിന്നെ അത് കുറെ അതിന്റെ തരംതിരിവുകളില്ലേ, അതൊക്കെയാണ് ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ നോട്ട്സ് എടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞ നോട്ട്സോ? നമ്മളോട് വെയിറ്റ് ചെയ്യാൻ മിസ് ഒന്ന് നോട്ട് എടുക്കട്ടെ എന്ന്. ഓക്കെ. എല്ലാവരും ആക്ഷൻ വേർബിനും ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബിനും ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. എക്സ്പ്ലെയിൻ ചെയ്യുന്ന നല്ലത് എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ മേക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് പറയും. ഓരോന്നും എത്ര വേണമെങ്കിലും പറയാം. ഫസ്റ്റ് ആക്ഷൻ വേർബിന് എക്സാമ്പിൾ പറയും. ഒരു സെന്റൻസ് മേക്ക് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ആക്ഷൻ വെർബ് വരുന്ന രീതിയിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ. ഷീ ഈസ് സ്ലീപ്പിംഗ് വരൂലേ? ആക്ഷൻ വെർബ്. സ്ലീപ്പിംഗ് ആക്ഷൻ വെർബ് പെടുന്നതാണ്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നില്ല എന്നുള്ളൂ. ഓക്കെ. He sing a song. Yeah, she's singing a song. Okay. I wrote a letter to my brother. Yeah, I wrote a letter. She To my brother. Okay. They played basketball last night. Yeah. She opened the door. Open the door. Okay. She runs every morning. She ran to catch the bus. Run to catch the bus. Just me another. Ketilla. She ran to catch They are the dancing to the Yeah. music. Okay. Run to catch the ball. Okay. Yeah. They are dancing to the music. She runs every morning. They are dancing to the music. She drives to office. Yeah. Okay. Examples എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ടെങ്കിൽ സ്ലോവിൽ പറയാം. ഓക്കെ മിസ്, ഓരോ എക്സാമ്പിൾസ് എഴുതിയാ പോരെ? അപ്പൊ പിന്നെ നമുക്ക് അത് അറിയാലോ, ആ മോഡലിൽ വരുന്ന എല്ലാം അതേപോലെ ആയിരിക്കുന്നു. മതി. ഇനി ആരെങ്കിലും എല്ലാം എഴുതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാണ്. ഓക്കെ. ഇനി പറയുന്നുണ്ടോ ആക്ഷൻ വേർബ്? ഇനി ഒരു സ്റ്റേറ്റ് വേർബ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റേറ്റ് വേർബ് എക്സാമ്പിൾ ബേസ് ചെയ്ത് വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. I don't believe you. Are you happy now? I understand why you are seeing. Okay. He is happy with his new job. Yeah. I like chocolate. Okay. Hope you are fine. I do not feel very good. I don't trust you. Oh, I don't trust you. I know very well. Yeah.
I don't like this. Don't like this. Okay. 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 Any transitive verb എന്ന് പറഞ്ഞേ. Transitive verb. I opened the door. Yeah, I opened the door. Okay. She wrote a letter. She wrote a letter. She sent a letter. Yeah, send a letter. She bought a new dress. Yeah, what a new dress. Okay. Okay. I opened the bottle. Okay. Very good. Next. The teacher gave me a pen. Yeah. She ate an orange. Okay. ഈ സഫിയ എന്താ ഒന്നും മിണ്ടാത്തെ? സഫിയ സൈലന്റ് ആണല്ലോ. ഓക്കെ, പറയൂ. I order a book വരോ മിസ്? I lost my books. I lost my books. Okay, I lost my books. I ordered a book. Yeah, പറയാൻ കുഴപ്പമില്ല. Then I stitching the frock. stitching frock. ഇതിപ്പോ പറഞ്ഞവര് മാത്രം തന്നെയാ വീണ്ടും She പറഞ്ഞോണ്ടിരിക്കുന്നത്. washed the car. Yeah, she washed the car. പറഞ്ഞവർ തന്നെയാ പറയുന്നത്, കുഴപ്പമില്ല. I closed the door. I closed the door. The dog chased the cat. എന്തോ? The dog chased the cat. The dog? Dog Dog? chased the cat. Chased Oh, the the cat. I bought a new bicycle. Yeah, I want a new bicycle. Okay, next, transitive verb. She is crying. She is crying. Sorry. Okay. She is laughing. She's dancing. She sleeps early. My kids studied in Oman. My kids study in Oman. Ano? Yes, ma'am. Yeah, okay. Ravi jumped. Yeah, I was dancing. I was dancing. Yeah, okay. He slept. എന്തോ? He slept. He He Slept. slept out. Yeah, slept. I was sleeping. Yeah, I was sleeping. She eats quickly. പിന്നെന്താ I am happy today. Yeah, I'm happy today. Okay. Okay, അപ്പൊ ക്ലിയർ ആണ് അല്ലെ? പറയുന്നവർക്ക് ക്ലിയർ ആണ്, ബാക്കിയുള്ളവർക്ക് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് ശരിയാണ്. കഴിഞ്ഞ ക്ലാസ് നല്ല മനസ്സിലായിരുന്നു. പെട്ടെന്ന് ടീച്ചർ പറയാൻ പറഞ്ഞപ്പോഴാണ് കിട്ടാത്തത്. എനിക്ക് മുന്നത്തെ ക്ലാസ് ഇങ്ങനെയായിരുന്നു, മനസ്സിലായില്ല ഒന്നും. അങ്ങനെയല്ല മിസ്സേ, നമ്മള് കുറച്ചും കൂടെ നമ്മള് പറയിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനിയിപ്പോ സ്പീഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. വെറുതെ ഈ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും പോർഷൻസ് ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്തിനാണ് സ്പീഡിലൊക്കെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പോകുന്നത് എന്താന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവുമല്ലോ. പക്ഷെ ആരും പറയുന്നില്ല, കുറച്ചുപേര് അല്ല മാത്രമേ മിസ്സേ,
അല്ല, നമ്മളിപ്പോ സ്പീഡിന് പറയുമ്പോ മിസ്സിന്റെ പോർഷൻ തീരും. പക്ഷെ ഇപ്പൊ മിസ് സ്ലോ ആയിട്ട് പറയുമ്പോ നമ്മൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകും. നമ്മൾ ഒന്നുകൂടെ റെഫർ ചെയ്തില്ലെങ്കിൽ പോലും മിസ് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ ചില ക്ലാസ്സിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലര് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോ നമ്മളിപ്പോ പോർഷൻ എടുത്തിട്ട് പോകും. ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ കുറച്ച് പേരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിലാണ് എനിക്ക് ഇവിടെ ഒന്നുകൂടെ ഓക്കെ എല്ലാവരും പറയുന്നുണ്ട്. മിസ്സേ അത് പതുക്കെ ആയിക്കോളൂ. നമ്മള് ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോ നമുക്കും കൂടെ പറയണല്ലോ എന്നുള്ള മനസ്സിലൊരു ബോധ്യം വരും. അപ്പൊ തന്നെ പറഞ്ഞോളും. മാം ഓക്കെ. അങ്ങനെ കൂടുതൽ പറയാൻ നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ എക്സാമ്പിളോട് കൂടി പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ. ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റാത്തവരിപ്പോ കോൺഫിഡൻസ് ഇല്ലായ്മയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈൻ അല്ല, ഞാൻ നിങ്ങൾ കാണുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ എല്ലാവർക്കും എന്നെ കാണാം, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ആരൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ എന്ത് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ആർക്കും നിങ്ങളെ അറിയില്ല. മനസ്സിലായോ? അങ്ങനെയെങ്കിലും ചിന്തിക്കുക. അപ്പൊ കുറച്ചെങ്കിലും കോൺഫിഡൻസ് വരും. ഓക്കെ. ഫേസ് ടു ഫേസ് ആകുമ്പോഴാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. ഇതിപ്പോ അങ്ങനെ പേടിക്കണ്ടല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് പറയാൻ നോക്കാം. എവിടെ എത്തി? ഞാൻ ഒന്ന് കുട്ടി കരഞ്ഞപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. സോറി ടീച്ചറെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച ഒന്നും കൂടെ റെഫർ ചെയ്യുമായിരുന്നു. വെർബിന്റെ എല്ലാം ഓരോ എക്സാമ്പിൾ എല്ലാരും ഇങ്ങനെ പറയായിരുന്നു. സഫിയെ വിളിച്ചിരുന്നു, സഫിയെ കേട്ടില്ല. ഞാൻ വിചാരിച്ചു സഫിയ സോറി ടീച്ചറെ, ഞാൻ കുട്ടി കരഞ്ഞപ്പോഴേ കുട്ടി തൊട്ടിയിലായിരുന്നു, ഒന്ന് ആട്ടാൻ വേണ്ടി പോയതാ. അപ്പോ വെറുതെ ഏകദേശം കംപ്ലീറ്റ് ആണ് കേട്ടോ. വെറുതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ഈ അങ്ങോട്ടുള്ള പോർഷൻസ് എടുക്കാൻ പറ്റില്ല. ടെൻസ് അറിയാണ്ട് വെറുതെ ഞാനത് പറഞ്ഞു കൊണ്ട് കാര്യമില്ല. ഇതൊന്ന് മനസ്സിലായി. അപ്പോ വെർബ് കഴിഞ്ഞു. ഇനി വെർബിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും. ഓക്കെ. സമയം കൂടെ ഒന്ന് പറയോ? എക്സാമിന് കാരണം ഞാൻ കറക്റ്റ് സമയത്ത് എത്താറില്ല. ടെസ്റ്റിന്റെ സമയം ഒന്ന് പറയാവോ? മിക്കവാറും ഞാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് കൂടുതൽ. മോക്ക് ടെസ്റ്റ് ഞാൻ പറയും, എല്ലാ ക്ലാസ്സിലും ഞാൻ വരുമ്പോൾ പറയും മോക്ക് ടെസ്റ്റ് എന്നായിരിക്കും ഞാൻ പറയാറുണ്ട്. ഓക്കെ. ഇനി ഈ പറഞ്ഞ മോഡൽ വർക്ക്സ് ഒന്നും വരില്ലല്ലോ എക്സാമിന്? എന്തോ മോഡൽ വർക്ക്സ് ഇല്ലേ? ഇല്ല, അതൊന്നും വരില്ല. ഓക്കെ. ടീച്ചർ അടുത്ത പോർഷൻ മാത്രമേ വരുള്ളൂ അല്ലേ? നൗണും പ്രോനൗണും ആണോ മിസ്സേ? ഇല്ല, നൗണും പ്രോനൗണും നമ്മൾ കഴിഞ്ഞു. വെർബ്സിന്റെ ആണല്ലേ വരിക നാളെയാണ് ഉണ്ടാവുക. ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചാണല്ലേ? ഓക്കെ ഓക്കെ. യൂണിറ്റ് 2 നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്തു. ഇനി യൂണിറ്റ് 3 ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 4 ടെൻസ് ആണ്. ടെൻസ് ഇപ്പൊ എടുക്കുന്നില്ല. ഓക്കെ. യൂണിറ്റ് 6 ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. ആർട്ടിക്കിൾ ആൻഡ് കോൺകോർഡ്. ഓക്കെ. ഇപ്പൊ എടുക്കത്തില്ല. ബേസിക് കഴിഞ്ഞാല് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ടേ. വെറുതെ ഞാൻ പറഞ്ഞു വെർബിന്റെ പാഠത്തിൽ ഇപ്പൊ വെർബ് എന്ന് പറഞ്ഞാൽ എന്ത്, പിന്നെ അതുപോലെ സ്റ്റേറ്റ് വെർബും ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന്. അപ്പൊ ഓർഡിനറി വെർബ്, റെഗുലർ, ഇറഗുലർ അതൊന്നും ഉണ്ടാവില്ല? അതുണ്ടാവും. ഓർഡിനറി വെർബ് തന്നെയാണ് നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. അതിൽ പെട്ടത് തന്നെയാണ് ഓർഡിനറി വെർബില്. പക്ഷെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയില്ല, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയാന്ന് പറഞ്ഞില്ല മിസ്. ഓക്സിലറീസ് ആണത്. അത് ഓക്സിലറീസ് മീൻസ് ഹെൽപ്പിംഗ് വെർബ് ആണ്. ഹെൽപ്പിംഗ് വെർബിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്റെ നോട്ട്സിലുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ് അതൊക്കെയാണ് ഓക്സിലറീസ് എന്ന് പറയുന്നത്. എന്തോ അത് ടെൻസ് പഠിച്ചതിന്റെ അടുത്താണല്ലേ ടീച്ചർ പറഞ്ഞത് അല്ലേ? ടെൻസ് എടുത്തതിന്റെ എടുക്കാന്നാ പറഞ്ഞതില്ലേ? അത് ടെൻസ് എടുത്തതിന് ശേഷമല്ല, ഒരുവിധം ഒരു ബേസിക് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കും.
ടെൻസ് ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ടെൻസിലേക്ക് പോവാ. അല്ലാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോ ഓക്സിലറീസും മൊഡാൽ വെർബും ആണ് ഉള്ളത്. പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ചാപ്റ്റർ കഴിഞ്ഞാല് ഞാനത് ഇനിയിപ്പോ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് ഐ തിങ്ക് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 6. യൂണിറ്റ് 6 ആണ്, അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ് ഇനി എടുക്കുന്നത്. യൂണിറ്റ് 3 കഴിഞ്ഞിട്ട് നമ്മൾ പോയത് 6ലേക്കാണ്. ഓക്കെ, അതിന് മുൻപ് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ബേസിക് എന്ന് പറയുന്നത് ഒരു പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയാറ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ് ഈ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾ, ഇതൊക്കെ അതിൽ വരും. ബേസിക് ആണ്. ഇന്റർജെക്ഷനും ഇല്ലേ? ഇന്റർജെക്ഷൻ, പക്ഷെ നിങ്ങൾക്ക് അത് ഇല്ല. നമ്മുടെ ടെക്സ്റ്റിൽ ആ പോസ്റ്റ് ഇല്ല. ഓക്കെ, ഞാൻ പക്ഷെ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു പോകും നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ? അപ്പൊ ഗ്രാമർ ഒക്കെ ഫുൾ ആയിട്ട് പഠിച്ചിട്ട് പോകും. ഓക്കെ, പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ടെൻഷൻ എടുക്കണം. അപ്പൊ അതിനുശേഷം ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഗ്രാമറിന്റെ ഡൗട്ട് ഒന്നും ഇനി ഉണ്ടാവില്ല. ക്ലാസ്സോട് കൂടി നിങ്ങൾ ഗ്രാമറിന്റെ ടെൻഷൻ മാറും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാൻ. അപ്പോ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താന്ന് വെച്ചാല് നമ്മുടെ നൗൺ ആൻഡ് പ്രോണൗൺ ഇല്ലേ, നമ്മൾ പഠിച്ച നൗൺ ആൻഡ് പ്രോണൗൺ. ഈ നൗണിനെയും പ്രോണൗണിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു കാര്യം പറയാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി ആരെങ്കിലും ആവട്ടെ, എക്സാമ്പിൾ നോക്കാം. മീര എന്ന് പറഞ്ഞ പെൺകുട്ടി. മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയാണ് അല്ലെ? കാരണം നമ്മൾ പറഞ്ഞത് മീരയെ കുറിച്ചിട്ടാണ് അല്ലെ? മീര ഒരു സ്മാർട്ട് ഗേൾ ആണെന്ന് പറഞ്ഞു. മീരയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മീര എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലെ? ഒരു പേരാണ്, അതൊരു നൗൺ ആണ്. ഏത് നൗൺ ആണെന്നല്ല ചോദിക്കുന്നത്, ജസ്റ്റ് ഒരു നൗൺ ആണോ എന്ന് അറിയാൻ മതി. ഒരു നൗൺ അല്ലേ മീര എന്ന് പറയുന്ന നെയിം? ഒരു നൗൺ അല്ലേ? അതെ. അപ്പൊ ആ നൗണിനെയാണ് ഈ സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തത് അല്ലെ? മീരനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തോ അല്ലെ? ആ ഗേളിനെ വിശേഷിപ്പിക്കുന്നതല്ലേ? വിശേഷിപ്പിക്കുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് വിശേഷിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആണ്, ഡിസ്ക്രൈബ് ചെയ്തു അവളെ കുറിച്ച്. അവള് സ്മാർട്ട് ആണ്. മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, സംസാരിച്ച ശേഷം മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാൻ. ഓക്കെ, അപ്പോ മീര എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വേണ്ടത്. കാരണം ആ വേർഡ് യൂസ് ചെയ്തിട്ടാണ് മീരയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തതും ഡിസ്ക്രൈബ് ചെയ്തതും. അപ്പോ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ മീര എന്ന് പറയുന്നത് നൗൺ ആണ്. ഇനി മീര എന്ന് പറയുന്ന പേരിന് പകരം അവിടെ ഷീ ആയിരിക്കും വരാം. ഷീ ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞാൽ ഷീ എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്. അപ്പോഴും പ്രോണൗണിനെയാണ് എന്ത് മോഡിഫൈ ചെയ്തത്? എങ്ങനെ? സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് അല്ലെ? അപ്പോ മീര ഇസ് എ സ്മാർട്ട് ഗേൾ അല്ലെങ്കിൽ ഷീ ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുന്ന സെന്റൻസിൽ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് ആണ് adjective. An adjective is a word that modifies or describes a noun or pronoun. Okay? Yeah. ഇതാണ് adjective. Clear ആയോ? I have a beautiful car എന്ന് പറയാൻ പറ്റുമോ? I have a beautiful car. I have a beautiful car. Yeah, കാറിനെയാണ് മോഡിഫൈ ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു സെന്റൻസ് തരുമ്പോ ആ സെന്റൻസിൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അത് നൗണിനെയാണോ പ്രോനൗണിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആ സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവണം. ഓക്കെ, ഇപ്പൊ പറയുമ്പോ ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കാർ, ചിലവർക്കത് മനസ്സിലാവില്ല. പക്ഷെ നമ്മള് പറഞ്ഞത് കാറിനെ കുറിച്ചിട്ടാണ് അല്ലെ? അത് ഓക്കെ. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്? ഒരു എക്സാമ്പിൾ മോഡിഫൈ ചെയ്യാൻ വിശേഷിപ്പിച്ച് പറയുന്നതാണ് അഡ്ജക്റ്റീവ് അല്ലെ? അതെ, നൗണിനെയും പ്രോനൗണിനെയും. അത് ഒരു നൗൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പേരുകളാണ്, അനിമൽസിന്റെ പേരോ. അതെ, ഒരു പേഴ്സൺ ആകാം, ഒരു വസ്തു ആകാം, തിങ്ക് ആകാം, എന്തും ആകാം. നൗണിൽ പെടുമ്പോ എല്ലാം പെടുമല്ലോ.
പേഴ്സണോ ഓർ തിങ് അല്ലെ? അപ്പൊ ഏതും ആകാം. അതിനെ മാം കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. എന്തോ എക്സാമ്പിൾ പറയട്ടെ. പറയൂ. ശരിയാണോ അറിയില്ല. ഷീ ഈസ് എ കൈൻഡ് പേഴ്സൺ. അതിലിപ്പോ കൈൻഡ് അല്ലേ അഡ്ജക്റ്റീവ് ആയിട്ട് വരുവോ? അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞു ബ്യൂട്ടിഫുൾ കാർ എന്ന് പറഞ്ഞു. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കാർ. കാറിനെയാണ് മോഡിഫൈ ചെയ്തത്. കാറും ഒരു നൗൺ ആണ്, അതൊരു തിങ്ക് ആണ്, പക്ഷെ അതൊരു നൗൺ ആണ്. ഓക്കെ, കാറ് ഐ ഹാവ് എ കാർ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും നമ്മൾ എന്തിനാണ് കാറിനെയാണ് മോഡിഫൈ ചെയ്തത്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറിനെയാണ് മോഡിഫൈ ചെയ്തത് അല്ലെ? ഐ ഹാവ് എ കാർ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് എന്ന് പറഞ്ഞ പ്രോണൗൺ വന്നു, നൗണും വന്നു. പക്ഷെ നൗണും പ്രോണൗണും ഒരു സെയിം എന്താണ് തിങ്കിനെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് അല്ലെ? ഇറ്റ് എന്ന് പറയുന്നത് കാറാണ്. ഓൾറെഡി കാർ അവിടെ നെയിം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സെന്റൻസ് നന്നായിട്ട് ഹി ബ്രോട്ട് എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഗിഫ്റ്റ് ഒരു തിങ്ക് അല്ലേ? ഗിഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു നൗണുമാണ് അല്ലെ? അഡ്ജക്റ്റീവ് വണ്ടർഫുൾ അല്ലേ ടീച്ചറെ? ഷീ സിംഗ് ബ്യൂട്ടിഫുള്ളി അത് പറയാൻ പറ്റുമോ? അത് വെർബാണ്. ശരിയാണല്ലോ അല്ലേ? പറയാൻ പറ്റും. സിംഗ് എന്ന് പറയണ്ടല്ലോ അല്ലേ? സോറി മാം വാട്ടർ ഈസ് വെരി ഹോട്ട് എന്ന് പറയാൻ പറ്റുമോ? വാട്ടർ ഈസ് വെരി ഹോട്ട്. അവിടെ വെരി ഹോട്ട് വാട്ട് തന്നെയാണ് വെരി ഹോട്ട് എന്ന് പറയാം. പക്ഷെ വെരി ഹോട്ട്. പക്ഷെ അവിടെ വെരി ഹോട്ട് എന്ന് പറയുമ്പോ വെരി മാത്രമായിട്ട് വരില്ല, മനസ്സിലായോ? വാട്ടർ ഓൾറെഡി ഹോട്ട് ആണ്. ഓക്കെ, പക്ഷെ ഹോട്ടിനെ കുറച്ചുകൂടെ നമ്മള് മോഡിഫൈ ചെയ്യേണ്ടി വരും. വാട്ടർ ഈസ് എക്സ്ട്രീംലി ഹോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ട്രീംലി ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ വരും. He is a great person. He is a great person. Yeah, great is an adjective. Okay. She is intelligent. She is intelligent girl എന്ന് പറയണം കേട്ടോ. She is intelligent എന്ന് പറയുമ്പോ ഓക്കെ, അവിടെ ഇന്റലിജന്റ് ആണ് അഡ്ജക്റ്റീവ് വരാം. He is good driver. എന്തോ? He is good driver. Yeah, he is good driver. Okay. The beautiful sunset. Delicious. She is a smart girl. Yeah, smart. Okay, this shirt is very big. My husband prepared delicious food. അത് പറയില്ല കേട്ടോ. പ്രിപ്പയർ ഡെലിഷ്യസ് ഫുഡ് എന്ന് പറയില്ല. കാരണം പ്രിപ്പയർ എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഓക്കെ, അപ്പോ മാം ഈ ഫുഡിന്റെ ഫുഡ് അവിടെ നൗൺ ആയിട്ട് വരുമോ? ഫുഡ് അവിടെ നൗൺ ആയിട്ടില്ല. ഇപ്പൊ ഹസ്ബൻഡ് പ്രിപ്പേഴ്സ് ഡെലിഷ്യസ് ഫുഡ് ആണ്. ഓക്കെ, ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ഫുഡ് ഡെലിഷ്യസ് ആണെന്നാ പറയുന്നത് അല്ലെ? കുഴപ്പമില്ല പറയാം. ഉണ്ടാക്കുന്ന ഫുഡ് ഡെലിഷ്യസ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഫുഡ് അവിടെ നൗൺ ആയിട്ട് വരും. ഓക്കെ, പറയാം. അവിടെ വെർബിന് നമ്മൾ മോഡിഫൈ ചെയ്യരുത്. വെർബിന് മോഡിഫൈ ചെയ്യുമ്പോൾ അത് വേറെ വേർഡായിട്ട് വരും. അത് ആൽബം ആണ്. അടുത്ത ചാപ്റ്റർ അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ the food is delicious എന്ന് പറയാം. It's a delicious food എന്ന് പറഞ്ഞാൽ ഓക്കെ മാം. I gave some delicious chocolate എന്ന് പറയാൻ പറ്റുമോ? I gave some delicious chocolates. പറയാം, ഞാൻ കൊടുത്തു ഡെലിഷ്യസ് ചോക്ലേറ്റ് ഞാൻ കൊടുത്തു എന്നാണ്. പറയാം. ഡെലിഷ്യസ് അല്ലേ അവിടെ അഡ്ജക്റ്റീവ്? ഡെലിഷ്യസ് ആണ്. നിങ്ങൾ നോക്കേണ്ടത് സെന്റൻസില് നൗണിനെ ആണോ മോഡിഫൈ ചെയ്തിരിക്കുന്ന എന്ന് നോക്കണം. ഒരിക്കലും വെർബിനെ ആകരുത്, നൗണിനെ തന്നെ മോഡിഫൈ ചെയ്യണം. അപ്പോഴാണ് അത് അഡ്ജക്റ്റീവ് ആവുക. ഓക്കെ, അദീബ പറഞ്ഞു ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. ഗുഡ് ഡാൻസർ ആണ്. ഗുഡ് ആണ് അവിടെ അഡ്ജക്റ്റീവ്. ദിസ് കേക്ക് ഈസ് ഡെലിഷ്യസ്. ഡെലിഷ്യസ്
കറക്റ്റ് ആണ്, പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, delicious pizza, yeah, pizza, delicious ആണ്. All the shops are closed until tomorrow. All the shops are closed. അവിടെ adjective ഏതാ? Adjective ഇല്ല ട്ടോ. Ma'am, that cat is cute. നമ്മൾ ഈ Cute പ്ലേസിനൊക്കെ adjective പറയാൻ ആയി പറ്റുമോ? പ്ലേസ് പ്ലേസ് നിങ്ങൾ പറയില്ല. പ്ലേസ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. കേരള ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറയാൻ പറ്റുമോ? കേരള ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് പറയാം. കേരള എന്ന് പറയുന്നത് നൗൺ അല്ലേ, അപ്പൊ പറയാം. ഓക്കെ, his wife is a very talented dancer. Yeah, talented ആണ് അവിടെ adjective ആയിട്ട് വരാം. This pen is My son is very naughty. yeah, very naughty. Okay. മിസ്സേ ഈ PDF-ലേ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലേതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരിക? അതേതായിരിക്കും adjective ഒന്ന് പറഞ്ഞേക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞു നോക്കി. അമേരിക്കൻ ആണോ? അമേരിക്കൻ അതെ, അമേരിക്കൻ. അല്ല, അമേരിക്കൻ ആണ് അതിൽ അഡ്ജക്റ്റീവ്. ആ വുമണിനെ നമ്മൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഏത് വുമണാണ്? അമേരിക്കൻ എന്നൊരു വുമണാണ്. അപ്പൊ അമേരിക്കൻ ആണ് ഒരു അഡ്ജക്റ്റീവ്. അമേരിക്ക എന്നുള്ളവിടെ ഇന്ത്യ വേറെ ഏത് രാജ്യമാണെങ്കിലും നമുക്ക് ആക്കാം അല്ലേ? വിമൺ എന്ന് പറയുന്ന ആളിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അതല്ലേ? അവിടെ ഇന്ത്യനോ ഏത് കൺട്രി ചെയ്താലോ അത് അഡ്ജക്റ്റീവ് ആണ്. ഇനിയിപ്പോ ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. ബോട്ടിനെയാണ് കുറച്ചുകൂടെ നമ്മൾ എന്താ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ? കുറച്ച് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. അതാണ് അഡ്ജക്റ്റീവ്. പ്ലാസ്റ്റിക് ആണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോ അഡ്ജക്റ്റീവ് എന്താണെന്ന് ക്ലിയർ അല്ലേ? സ്ട്രോങ് ബോയ്. സ്ട്രോങ് ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി ഫ്രേസിലേക്ക് പോവാം നമുക്ക്. ഫ്രേസ് ഇപ്പൊ പഠിക്കുന്നത് മറക്കരുത്, കാരണം ഇനി അങ്ങോട്ട് വരുന്ന 2 യൂണിറ്റും ഇതുമായി കണക്ട് ചെയ്താണ്. കൺഫ്യൂഷൻ വരാൻ നല്ലോണം ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ പഠിച്ചത് അങ്ങനെ തന്നെ മനസ്സിലേക്ക്. നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാനോ നോക്കിയത്. ഓക്കെ, മാറിപ്പോകരുത്. ഓക്കെ, ഇനി ഫ്രേസ് ആണ്. എന്തോ മൈ ഡോഗ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ബ്യൂട്ടിഫുൾ ആണോ ഒരു അഡ്ജസ്റ്റീവ് ആയിട്ട്? പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്കത് പറയുമ്പോ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയണ്ട. ഇപ്പൊ നിങ്ങൾ കുറച്ചു പേര് പറഞ്ഞു സോ വെരി ട്യൂൺഡ്, വെരി മേക്ക്, അങ്ങനെ 2 വാക്കുകൾ യൂസ് ചെയ്തു അല്ലെ? അങ്ങനെ യൂസ് ചെയ്യണ്ട. അതായത് ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ മതി. ഷീസ് ബ്യൂട്ടിഫുൾ, ബേബി ഈസ് കൂൾ, ക്യൂട്ട്, ഡോഗ് ഈസ് വെരി വേണ്ട, ഡോഗ് ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ വെച്ച് അവസാനിപ്പിക്കും. ഒരു വേർഡില് മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഒരു ബിഗ് ട്രീ എന്ന് പറയുമ്പോ അതിൽ അഡ്ജക്റ്റീവ് ബിഗ് ആവോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോ ഒരു വേർഡില് വെരി ക്യൂട്ട് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. വെരി ക്യൂട്ട് എന്ന് പറയണ്ട, അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ക്ലിയർ ചെയ്തത്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോ ഒരു വാക്കില് ഒതുക്കണം. ബ്യൂട്ടിഫുൾ ആണോ? ബ്യൂട്ടിഫുൾ. അതിന്റെ കൂടെ വെരി ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ, ടു ബ്യൂട്ടിഫുൾ അതൊന്നും വേണ്ട. ജസ്റ്റ് ബ്യൂട്ടിഫുൾ മാത്രം. ഷീസ് ബ്യൂട്ടിഫുൾ, മൈ ഡോഗ് ഈസ് ബ്യൂട്ടിഫുൾ, മൈ കാറ്റ് ഈസ് ക്യൂട്ട്. വെരി ക്യൂട്ട് വേണ്ട, ക്യൂട്ട്. അത് അഡ്ജക്റ്റീവ്. ഇനി ഫ്രേസ് പറയും. ഫ്രേസ് എന്ന് പറയുന്നത് സ്മോൾ കോർണർ. ഇപ്പൊ കാറ് ചെറുതാണ് വാങ്ങിയെന്നുള്ളത് പറയാൻ പറ്റുമോ? സ്മോൾ ആണോ ബിഗ് ആണോ പറയാലോ, അഡ്ജക്റ്റീവ് ആണത്. ഓക്കെ, ഇനി അവിടെ ഐ ഗോട്ട് എ ബ്ലൂ കാർ എന്ന് പറഞ്ഞു, അവിടെ ബ്ലൂ ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ മോഡിഫൈ ചെയ്യും. അത് ഏത് വാക്കാണോ അതാണ് അഡ്ജക്റ്റീവ്. ദിസ് പെൻസിൽ സ്മോൾ. സ്മോൾ പെൻസിൽ ആണ്, സ്മോൾ ആണ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, കാരണം ദിസ് ഇസ് പെൻസിൽ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ മൈൻഡിൽ ഓക്കെ പെൻസിൽ ആണ്. നമ്മൾ പറയാണ്
ദിസ് പെൻസിൽ ഈസ് സ്മോൾ. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്ത് വന്നു നോക്കി, ചെറിയ പെൻസിലാണ്. മൈൻഡിൽ ഒരു പിക്ചർ വരും, ചെറിയ പെൻസിലാണ്. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അതാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന്റെ മലയാളം എന്താ പറയാ, അറിയോ? എന്താണ് വിശേഷണം? നാമവിശേഷണം. നാമവിശേഷണം. അതെ, വിശേഷിപ്പിക്കുന്ന നാമം. അതെ, നാമവിശേഷണമാണ്. ഓക്കെ, മലയാളം പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്. അറിഞ്ഞു വെക്കാലോ ടീച്ചറെ, പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞു വെക്കണല്ലോ. എന്തോ നമ്മള് മലയാളികളല്ലേ, നമ്മള് മലയാളം പഠിക്കണ്ടേ? അല്ല, ചിലപ്പോ മലയാളം ഇംഗ്ലീഷിനെ വെച്ച് ടഫ് ഉണ്ടാവും മറ്റാണ് ടീച്ചർ അങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലല്ലോ. പക്ഷെ നാമവിശേഷണം പറയുമ്പോ തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാലോ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേരിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്നുള്ളത്. മലയാളം ടഫ് തന്നെയാണ്, സംസ്കൃതം ഒക്കെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മാക്സിമം മലയാളം പറഞ്ഞിടയിൽ എഴുതാൻ പോകുമ്പോ മലയാളമാണ് ചോദിക്കുക എപ്പോഴും. അപ്പൊ നമ്മൾ എപ്പോഴും അറിഞ്ഞു വെക്കണം മലയാളമൊക്കെ എന്താണെന്നുള്ളത്. കാരണം ഞാൻ പറയട്ടെ, നമ്മള് പണ്ടൊക്കെ ഈ ഗ്രാമർ പഠിക്കുമ്പോൾ നാമവിശേഷണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും അതിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, ശരിയല്ലേ? നാമം, ക്രിയാവിശേഷണം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ അന്ന് അതിന്റെ ഒന്നും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അന്ന് മലയാളം പഠിച്ചപ്പോ മലയാളത്തിൽ നാമവിശേഷണത്തിന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞിട്ടെ മാം. നാമത്തിനെയോ സർവനാമത്തിനെയോ വിശേഷിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നാമവിശേഷം എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നാമം എന്താന്നും സർവനാമം എന്താന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പറയുമ്പോ അത് മനസ്സിലാവും. നാമത്തെയും സർവനാമത്തെയും വിശേഷിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നാമവിശേഷം. അങ്ങനെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് പഠിച്ചു, അന്ന് മലയാളത്തിൽ പഠിച്ചപ്പോ മലയാളം അറിയാവുന്നതുകൊണ്ട് മനസ്സിലായി. പക്ഷെ എന്താണ് നാമം, എന്താണ് സർവനാമം എന്ന് നമുക്കറിയില്ലായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്കറിയാം നൗൺ എന്താണ്, പ്രോൺ. ഇപ്പോ നൗൺ എന്ന് പറയുന്നത് നാമം, പ്രോണൗൺ എന്ന് പറയുന്നത് സർവനാമം. ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? മലയാളം ഇംഗ്ലീഷും അറിയാത്തവരായിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചു വരുന്നുണ്ട് രണ്ടും. അപ്പോ ഇപ്പൊ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോകും. നിങ്ങൾ ആ ഒരു കറക്റ്റ് ആ റൂട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കും ഇപ്പോ വെരി സ്മോൾ, വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ വാക്ക് മതി എന്ന് പറഞ്ഞു. ഒറ്റ വാക്ക് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്തിട്ട് നൗണിനെയും പ്രോനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രേസ് ആണ്, അഡ്ജക്റ്റീവ് ഫ്രേസ്. കൺഫ്യൂഷൻ ആയി. നമ്മൾ ഒരു കാര്യത്തിനെ വിശേഷിപ്പിച്ച് പറയുന്നതിനാണോ മിസ്? ഇപ്പോ ഞാൻ പറഞ്ഞു he's very smart and intelligent boy എന്ന് പറഞ്ഞു. he is very smart and intelligent boy. നമ്മൾ ഒരു വാക്കിനാണോ പറഞ്ഞത്? അല്ല, അതില് വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ഇതൊക്കെ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോ അതിന് പറയുന്ന പേര് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ ഷീസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും അത് ഒന്നുകൂടെ പറയോ? പറയും. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ ഷീസ് ബ്യൂട്ടിഫുൾ. ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ്. കിട്ടിയല്ലോ. ഷീസ് വെരി ബ്യൂട്ടിഫുൾ പറഞ്ഞ ഫ്രേസ് അല്ലേ? ആ വെരി എന്ന് പറയുന്നതാണ് അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ വിശേഷണങ്ങൾ വരും അല്ലെ മിസ്സേ? അഡ്ജക്റ്റീവിൽ ഒരു വിശേഷണം. നിങ്ങൾക്കിപ്പോ മലയാളമാണ് വേണ്ടത്. ഒന്നിൽ കൂടുതൽ വിശേഷണങ്ങൾ വരുമ്പോ അത് ഫ്രേസ് ആണ്. ഓക്കെ, മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലായി. ഡെഫിനിഷൻ ക്ലിയർ ആണോ? അത് മാത്രം അറിയാൻ മതി.
ഡെഫിനിഷൻ ക്ലിയർ ആണ്. ഒന്നിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്ലനേഷൻ വിശേഷങ്ങൾ വരുന്ന സമയത്ത് അതാണ് ഒന്നിൽ കൂടുതൽ phrase. വിശേഷണങ്ങൾ ഒന്നിൽ കൂടുതൽ വിശേഷണങ്ങൾ വരുമ്പോൾ അതാണ് അതല്ലേ adjective phrases. മിസ്സേ Adjective ഞങ്ങളെല്ലാവരും phrase എന്നാണോ വീടിന്റെ പറയാ അതോ ഫ്രേസ് എന്ന് മാത്രമോ? അല്ല, adjective phrases എന്നാ പറയാ. അഡ്ജക്റ്റീവ് ഫ്രേസസ് നമ്മളെല്ലാവരും വീടിന്റെ അടയാളം സീമക്കൊന്ന എന്ന് പറയുന്ന പോലെയാണ്. കാരണം നമുക്ക് എക്സാമ്പിൾ ഉണ്ടെങ്കിലേ കാര്യം മനസ്സിലാവും. ആരാണ് അത് പറഞ്ഞത്? ആരാ? ദീപുവോ? ദിവ്യ? ഞാനാടാ ദിവ്യ ദീപു. ശരിയല്ലേ? പിന്നെ ശരിയാണ്. മിസ് പോയോ? നമ്മുടെ എല്ലാ ചിലപ്പം കേട്ട് മിസ് പോയോ? മിസ് സ്റ്റക്കായി. ഉണ്ട് വരും. ടീച്ചർ ബ്രേക്ക് ഒക്കെ വേണ്ടേ? പറഞ്ഞ എന്തോന്ന് മനസ്സിലായോ? അതായത് പറഞ്ഞോ, ആരെങ്കിലും ഒരാൾ പറയേ. പറഞ്ഞോ. രണ്ട് വിശേഷണം. എക്സാമ്പിള് ഇപ്പൊ വെരി ബ്യൂട്ടിഫുൾ ഗേൾ, അങ്ങനെ രണ്ട് വിശേഷണം വരുവാണെങ്കിൽ അത് ഫ്രൈസ് ആകുന്നുണ്ട്. ഒറ്റ വിശേഷണമാണെങ്കിൽ അഡ്ജക്റ്റീവ് ആകും. വെരിയും ബ്യൂട്ടിഫുള്ളും അത് രണ്ടെണ്ണം ആകുമ്പോ അത് ഫ്രൈസ് അല്ലേ? വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസസ് ആവും. ഒരു വിശേഷണം വരുമ്പോ അത് അഡ്ജക്റ്റീവ്. ഒരു നൗണിന്റെ കൂടെ വെരി രണ്ട് ബ്യൂട്ടിഫുൾ എന്ന് വിശേഷണം പറയുകയാണെങ്കിൽ അത് വരുവാണെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസസ്. എനിക്ക് മനസ്സിലായെന്താ പറയാ, ഒരു നൗണിന്റെ കൂടെ രണ്ട് വിശേഷണം വരുവാണെങ്കിൽ അത് ഫ്രൈസ് ആകും. ഒന്നിൽ കൂടുതൽ എന്നാണ് കേട്ടോ. ഒരു നൗണിന്റെ കൂടെ ഒരു വിശേഷണം മാത്രം വരുവാണെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞേ എങ്ങനെ? ഒരു അഡ്ജക്റ്റീവ് വരുന്നതിനെ എന്തുവാണ് ഒരു വിശേഷണം വരുന്നതിനെ അഡ്ജക്റ്റീവ് എന്നും പറയുന്നു. ഒന്നിൽ കൂടുതൽ വിശേഷണം വരുന്നതിനെ ഇപ്പൊ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഗേൾ, അങ്ങനെയല്ല. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ അഡ്ജക്റ്റീവ്. വെരി എന്ന് പറയുമ്പോ വെരിയും കൂടി വന്നതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ഫ്രേസസ്. അവിടെ രണ്ടെണ്ണം വരുന്നില്ലേ? വെരിയും ബ്യൂട്ടിഫുള്ളും എന്താണ് അതിനെ വിശേഷിപ്പിക്കുന്നല്ലേ?